ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതെന്താണോ, ഇത് നമ്മളെ പച്ചപ്പപ്പായ പിന്നെ മധുരക്കിഴങ്ങും കൂടി നല്ലോണം മിക്സിയിലിട്ട്, മിക്സി എന്ന് പറയുന്നത് കുക്കറിലിട്ട് അടിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് വേവിപ്പിച്ചാണ്ട. ഇത് പപ്പായ, ഇത് മധുരക്കിഴങ്ങ്. അപ്പോൾ അതിനിപ്പോൾ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനൊരു 5 പച്ചമുളകുണ്ട്. പച്ചമുളക് എരിവിന് ഇഷ്ടമുള്ള എരിവ് പോലെ എടുത്താൽ മതി. 4 ചെറിയുള്ളിയുണ്ട്. ഒരു വലിയ എന്താ പറയുക കറിവേപ്പിലുണ്ട്. ഒരു 2 പൊടി തേങ്ങ ഞാൻ മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മളെ ഉണക്കമുളക് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചാണ്, ചില്ലി ഫ്ലക്സ്. അപ്പോൾ ഇതൊന്ന് അരക്കട്ടെ. ജസ്റ്റ് ഒന്ന് ഒരു വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഈ സാധനമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളിയും 5 പച്ചമുളക് ഇട്ടൊന്ന് കറക്കാം. അപ്പോൾ അത് ഒന്ന് മിക്സിയിലോട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ചമ്മന്തി പോലെ തന്നെ. പച്ചമുളക് ഞാൻ പച്ചമുളക് കുത്തുന്നു. ഇനി എന്താ ചെയ്യാന്നോ, ഇനി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്ത്, ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. പിന്നെ ഇപ്പം ഒരു പകുതി കറിവേപ്പില ഇട്ടു. അത് കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത്തിരി ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്താൽ ഇത് പുഴുങ്ങിയ വെള്ളമായിട്ടാണ്. മിക്സിയിൽ ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം. ഒന്ന് തിളക്കുമ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡാട്ടോ. ഇത് രണ്ടും പപ്പായയും, നമ്മളിവിടെ കർമൂസ എന്ന് പറയും, പച്ചപ്പപ്പായ, പിന്നെ എന്തായാലും മധുരക്കിഴങ്ങും കർമൂസയും കൂടി നല്ലോണം വെന്ത് വെച്ചിട്ട്
അപ്പോൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇത് പുഴുങ്ങിയ വെള്ളം. ഹെൽത്തി ഫുഡായതൊക്കെ. പപ്പായ നല്ലതാണ്, ഉരുളക്കിഴങ്ങ് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ചിലവൊന്നുമില്ലല്ലോ, നമുക്ക് പപ്പായ ഇവിടെ ഉണ്ടാവും, മരത്തുമ്മലുണ്ടാവും. പിന്നെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടും. പിന്നെ മധുരക്കിഴങ്ങ് നമ്മൾക്ക് വാങ്ങുമ്പോൾ 50-40 ഉണ്ടാവും 1 കിലോന്. അപ്പോൾ അത് വാങ്ങുക. എന്നിട്ട് ചോറിൻ്റെ കൂടെ നമ്മൾ പൂളയൊക്കെ ഉണ്ടാക്കൂല, അതുപോലെ തന്നെ ഇത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഇതാണ് റെഡിയായി. വെള്ളം വേണ്ട, വെള്ളം അത് കറക്റ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ചെറിയ കാണുന്നുണ്ടാവില്ല അല്ലേ? തെറിക്കുന്ന കയ്യിൽ. അപ്പം നമ്മളിത് റെഡിയായിട്ടുണ്ടാക്കാം. ഒന്ന് തിളച്ചാൽ മതിയല്ല. ഒന്ന് തിളച്ചാൽ മതിയണ്ട. നല്ല മധുരക്കിഴങ്ങിൻ്റെ മധുരവും പിന്നെ പപ്പായ എല്ലാം കൂടി ചോറിനും കൂട്ടാം, ചപ്പാത്തിക്കും കൂട്ടാം, ദോശക്കും കൂട്ടാം. അങ്ങനെ കാര്യമായിട്ട് കട്ടൻ ചായക്കോ കട്ടൻ കാപ്പി നല്ല ശർക്കര കാപ്പിയൊക്കെ ഇട്ട് വെച്ചാൽ അതിനും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുക. വലിയ ചിലവൊന്നുമില്ലല്ലോ, നമുക്ക് ചെറിയൊരു ചിലവല്ല. നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ വേണ്ടു. നല്ല എരിവുണ്ട്, നല്ല എരിവുണ്ട്. എന്താ പറയുക, നല്ല ഒരു പുളി ഉണ്ടാവില്ല, മധുരം, എരിവും മധുരം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക. ഓക്കെ, ഹെൽത്തിയാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ബൈ. എല്ലാവർക്കും എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.